ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 5 ആയിട്ടാണ് ഗൈസ്. പാർട്ട് 5 ആയിരുന്നു തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടോട്ട് അപ്ഗ്രേഡൊക്കെ ചെയ്തു. ഇന്ന് എന്തോ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത് ഞാൻ പിന്നെ ചുമ്മാ കയറി ഇവിടെ അതിൻ്റെ സൈഡിൽ പർച്ചേസ് എ പെയിൻറ്റ് ഫ്രം മാർക്കറ്റ് ആൻഡ് പെയിൻറ്റ് വാളെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പെയിൻറ്റ് എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ 225 രൂപയുണ്ട്. ഞാൻ അതിന് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ വെക്കട്ടെ. നമ്മൾ പിന്നെ പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചായിരുന്നു. ഈ അത് വെക്കാൻ നമുക്ക് ഫ്രീസർ വേണം. ഇതൊന്നും വെക്കാനുള്ള പൈസ ഇല്ലെന്ന് തോന്നുന്നു. എവിടം വരെ വാങ്ങിച്ചിട്ടാ. പിന്നെ ഞാൻ കഴിഞ്ഞ സീസണിൽ മറ്റേ സാധനം വാങ്ങിച്ചിട്ടാ. ഏതാ ഈ സാധനം ഞാൻ പറഞ്ഞു വേണ്ടി എന്തൊക്കെയാണ് ഇത്ര വാങ്ങിക്കാം വേണ്ട ഗൈസ്. ഈ സാധനം ഞാൻ വാങ്ങിച്ചു. ഇതാകുമ്പോൾ നമുക്ക് ഈ ഷെൽഫിൽ നമുക്ക് ഇവിടെ ഇത് വെച്ച് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എത്ര സ്റ്റോക്ക് വേണോ അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് അല്ലാതെ എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ട. അതിങ്ങനെ ആ സാധനം വാങ്ങിച്ചതല്ല ഞാൻ ഇങ്ങനെ അത് അൺലോക്ക് ആയിരുന്നു. അപ്പം ഞാൻ എന്തുവാന്ന് അറിയാനായിട്ട് ചുമ്മാ ഒന്ന് പൈസ അടഞ്ഞ് കുറച്ച് പൈസ പോയി. അതിന് പോയി എത്ര $150 അങ്ങ് പോയി. എന്നെ സുഖമായിരുന്നു അറിയാമോ. പൈസ പോയ വഴി അറിഞ്ഞില്ല. പിന്നെ ഇന്നലെ നമ്മൾ പുതിയൊരു ഗെയിം പ്ലേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൈറ്റെയിലിൻ്റെ ഒരു കോപ്പി എന്നും പറഞ്ഞ് കാണാത്തൊരു പോയി കാണുക ഇഷ്ടമെന്ന്. അത് അത്യാവശ്യം നൈസൊരു ഗെയിമാണ്. അതിൻ്റെ ഗെയിം പ്ലേ ഇനി തൊട്ട് വരുന്നതായിരിക്കും. പിന്നെ മൈൻക്രാഫ്റ്റ് എടുക്കാത്തത് ഞങ്ങളുടെ മൂവ് ഫാം ഉണ്ടാക്കിയത് വർക്കാവുന്നില്ല. അത് വർക്കായി. ഞാൻ അതിൻ്റെ ഉണ്ടെങ്കിൽ ബോട്ടം സ്ലാബ് വെച്ചു. അപ്പോൾ ഒരു ബ്രോ അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇത് വെച്ചാൽ മതി. ഏതാ ബ്ലോക്ക് വെക്കണോ. പക്ഷെ ഞാൻ ബ്ലോക്ക് വെക്കുന്നതിന് മുമ്പ് അതിനകത്ത് ഒരു വട്ടം സ്പോണായി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ വട്ടം രണ്ടാമത്തെ വട്ടം ഞാൻ അത് ബ്ലോക്ക് വരച്ചിടാൻ മണ്ടയ്ക്ക് ഫുള്ളി എന്ന്. എന്നിട്ട് ഒരു വട്ടം സ്പോണായിട്ട് പിന്നെ സ്പോണാവുന്നില്ല. നമുക്ക് നോക്കണം ഗൈസ്. നമ്മൾ എന്തായാലും കട നടത്താം. നമ്മൾ അതിൻ്റെ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. ഇത് എവിടെ ആയിരുന്നു വെക്കേണ്ടത്. എണ്ണ വെച്ച സ്ഥലം മാറിപ്പോയി. ഇതിങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കട തുറക്കാം ഗൈസ്. ടൈമിൽ അനങ്ങുന്നില്ല. ഓപ്പൺ ആക്കിയാൽ അനങ്ങത്തോളൂ അല്ലല്ലേ. അല്ലോ പ്രൊഡക്റ്റ് ഇനി എടുക്കാൻ കിടക്കുന്നു. സമയം പോകുന്നതല്ല. ഞാൻ പ്രൊഡക്റ്റ് ഒന്നും എടുത്ത് വെച്ചില്ല ഇതുവരെ. എന്തുവാ ഇത് സമയം പോകുന്നു. ഇനി പ്രൈസ് സെറ്റ് ചെയ്യണം. പുതിയ ഐറ്റം ഒന്നും ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നത്. നമുക്കൊരു വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കണം. അതിനുള്ള പൈസ ഒന്ന് ആക്കിയിട്ട് നമുക്ക് പുതിയ ഐറ്റം വാങ്ങിക്കാം. എന്നതാ ഇത് വെള്ളമാണോ. ഷുവർണോടുണ്ടേ. ഇങ്ങോട്ട് ഒതുക്കി വെച്ചേ. നമ്മൾ പിന്നെ സ്റ്റോറേജ് അൺലോക്ക് ആക്കിയായിരുന്നു. അതിനകത്തൊരു ഇരിപ്പുണ്ടോ. ഇല്ല, അതവിടെ വെറുതെ ഇരിക്കുന്നു. അടുത്തോട്ട് അൺലോക്ക് ആക്കുമ്പോൾ ശരിയാകുമായിരിക്കും. നമുക്ക് അകത്തോട്ടുകൂടെ സെറ്റാക്കും ഗൈസ്. കുറച്ച് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് വെച്ച് സെറ്റാക്കാം നമുക്ക്. എന്തായാലും നമുക്കിപ്പോൾ കട തുറക്കാം ഗൈസ്. തുറന്നോ. ഇതന്നെതാ ഇതിങ്ങോട്ട് വാ. ഇവിടെ അല്ലേ ഇരി. ഓക്കെ ഗൈസ്. ഇനി നമുക്ക് ഇവിടെ രണ്ട് ഇതുകൂടെ വെച്ചിട്ട് ഈ ഒരു വരി മൊത്തം നമുക്ക് ഷെൽഫാക്കാം, സെറ്റാക്കാം. നമ്മുടെ കട നമ്മൾ സെറ്റാക്കി എടുക്കും. പിന്നെ ഇന്നെന്തോ വാങ്ങിക്കണം. ഇന്നൊരു പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് ഒന്ന് വാങ്ങിക്കാമല്ലോ. മാർക്കറ്റല്ല. ഇതിനകത്ത് ബില്ലടയ്ക്കാൻ കാണുമല്ലേ. ബില്ലടയ്ക്കുന്നവരായിരുന്നു. അതാണ്ട് ഇവിടെ ബില്ലിനകത്ത് ഈ ബില്ലൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിയാൽ 550 രൂപയാണ്. നമുക്കൊരു ആളെ അങ്ങ് ഹയർ ചെയ്താലോ. കംപ്ലീറ്റ് ലെവൽ റിക്വയർഡ് 10. എടാ 10ാമത്തെ ലെവലാക്കി നമുക്കൊരു ക്യാഷ്യറിനെ ഹയർ ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 10ാമത്തെ ലെവലാക്കാം. അങ്ങനെയെങ്കിൽ $9 ബാക്കി 45. ഓക്കെ കൂളിൻ ഫൈൻഡ്. എടാ ഇനി വല്ലത്തിനും വില കൂടിയായിരുന്നു. അറിയാൻ വയ്യ ഗായ്സ്. എടാ വെള്ളത്തിന് കുറഞ്ഞ അത് കുഴപ്പമില്ല. പാസ്തയ്ക്ക് കൂടി, ഷുഗറിന് കൂടി, എല്ലാത്തിനും കൂടി കിടക്കുവാന്നല്ലേ. എന്ത് ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. മാനേജറിന് എവിടെയായിരുന്നു. അതാ പ്രൈസിങ് 7. മാർക്കറ്റ് പ്രൈസ് 7. ഞാനെന്തിനാ 6 വയ്ക്കുന്നത്. 7.50.
3 4 പിന്നെ എന്തോന്നായിരുന്നു വെള്ളത്തിന് കുറഞ്ഞു, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. മാർക്കറ്റ് പ്രൈസ് കൂടി, പിന്നെ വേറെ എന്തോത്തിന് കൂടി, പാസ്തയ്ക്ക് കൂടിയെന്ന് പറഞ്ഞില്ല, അത് കറക്റ്റാണ്. അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും ചെക്കൗട്ട് കണ്ടിട്ട് ചെയ്യാം. അതിനും കൂടെ ക്യൂ ആയി. 4 അപ്പോൾ അടുത്താളുക. ഓക്കെ ഗൈസ്, ലെവൽ 10 നമ്മൾ ഉടനെ തന്നെ ആവും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാഷിയറെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി ഗൈസ് പണി. ഇത് നമുക്ക് സാധനമൊക്കെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. ആവുമോ നോക്കാം ഗൈസ്. ഇന്ന് എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ ലൈവ് ഇടുന്നുണ്ട്. നമ്മളിനി അങ്ങനെ അങ്ങോട്ട് എല്ലാ ദിവസവും മിക്കപ്പോഴും ലൈവ് ഇടാൻ ശ്രമിക്കും. എല്ലാവരും കാണാത്തൊരു കാണുക ഗൈസ്, നമ്മൾ ലൈവൊക്കെ ഇടും. അയ്യോ ആയിരിക്കുന്നു. 12.6. തണൊക്കെ തീർന്നു ഗൈസ്. 11.5. എടാ 10ാമത്തെ ലെവലാവുന്നില്ല. 14.5. പോയിന്റ് എന്താ വരാത്ത? ഓക്കെ, 10ാമത്തെ ലെവലാവൂ ഗൈസ് ഉടനെ തന്നെ. 16.5 ആവുമെന്ന് തോന്നുന്നു ഗൈസ്. ആയാൽ കൊള്ളാം. ഇവിടെ ഇരിക്കുന്ന ഇത് വെള്ളമൊന്നും ആരും വാങ്ങിച്ചില്ല. എന്തുവാടാ ഇത്? വെള്ളമൊന്നും ആർക്കും വേണ്ടായോ? ചൂടായിട്ട് വെള്ളം വേണ്ടെന്ന് പറയുന്നത് ഞാൻ എന്തോ വേണം. ഓ എക്സ്പെൻസീവ് കാണിക്കുന്നടാ. വില കുറച്ചെങ്കിലേ പറ്റത്തുള്ളൂ ഗൈസ്. എന്തിടാ വില കുറയ്ക്കട്ടാ. വെള്ളം എന്ത് ചെയ്യും? വെള്ളം നിൽക്കി കേട്ടോ. ബോയിലോടിന് കട 2.10 നമുക്ക് 2.60 ഇടാം ഗൈസ്. ഓക്കെ, $18. അടുത്താളെ വരൂ ഗൈസ്. 10ാമത്തെ ലെവലായില്ലേ ഗൈസ്. എന്ത് കഷ്ടം ഇത്. ബോയിൽഡ് വാട്ടർ ടു എക്സ്പെൻസീവ്. 2.1. ബോയിൽഡ് വാട്ടർ നീ വില കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ബോയിൽഡ് വാട്ടർ 2.10. 2.5. ഇനി കുറയ്ക്കാൻ പറ്റത്തില്ല. ഇത് കുറയ്ക്കത്തില്ല. ഇനി കുറച്ച് എനിക്ക് നഷ്ടമാണ്. വില കുറഞ്ഞല്ലേ? 2.50 ആണല്ലേ? ആണ്. വേണ്ടുന്നവർ വാങ്ങിച്ചോണ്ട് പോകും. 25, 50, 75. 25 വേണ്ടല്ലേ? 70 ഉള്ളൂ. കൂടുതലൊന്നും തരത്തില്ല. കൂടുതൽ കൊടുത്ത ദിവസം എൻ്റെ ഈ പൈസ ഇല്ല ഗൈസ്. ഇപ്പം $24.85. പിന്നെ വീഡിയോ ആണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് സെറ്റാക്കി വെച്ചേക്ക്. നമ്മൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അറിയാൻ പറ്റും. ബോയിൽഡ് വാട്ടറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വായിക്കണം. 18.5. 10ാമത്തെ ലെവലാവുന്നതിലൂടെ കുറച്ചുകൂടെ ഉണ്ടായിട്ട് വേണമല്ലോ ആരെങ്കിലും ഹയർ ചെയ്യാൻ. ഇനി നമുക്കൊരാളെ അങ്ങ് ഹയർ ചെയ്യാം. ലോൺ അടയ്ക്കാനുണ്ട് ഗൈസ്. നമുക്ക് ലോൺ നമ്മൾ എടുത്തായിരുന്നു. നമ്മുടെ ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ലോൺ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ടൊന്ന് എടുത്ത് നോക്കിയതാണ്. ഇങ്ങനെ അതന്നെ അടച്ച് തീർക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. അയ്യോ 10ാമത്തെ ലെവലാവുമോ? ആവൂടാ. നമ്മൾ ചിലപ്പോൾ ആവും ഗൈസ്. നോക്കാം. നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. 86. ഷിറ്റ്. എടാ അതുകൂടെ ആയി 7.5 ആയി ഗൈസ്. നമ്മളങ്ങനെ 10ാമത്തെ ലെവലായി. ഈടാ ഒരാളെ ഹയർ ചെയ്യട്ടാടാ. നോക്കാം ഗൈസ്. നമുക്ക് ഹയറിങ്ങിനകത്ത് പെർ ഡേ ഓക്കെ. ഹയർ കോസ്റ്റ് 100 രൂപ, പെർ ഡേ 80 വെച്ച്. ഓക്കെ ഗൈസ്, ഇങ്ങനെ അത് സെറ്റാക്കാം. വിട്ടോ കടയടയ്ക്കാം ഗൈസ്. എല്ലാത്തും കയറുന്നില്ലയോ?
ഓക്കെ നമുക്ക് എന്തായാലും ചേച്ചി ഒന്ന് വെള്ളം എടുത്തിട്ട് വീട്ടിൽ പോകണമെങ്കിൽ പോട്ടും. ഒന്ന് ഒരു കുപ്പി വെള്ളത്തിനാണ് കടയിൽ വന്നിരിക്കുന്നത്. കട അടയ്ക്കാൻ കേസ് എന്തായാലും. വിട്ടോ ഗൈസ്. നമ്മളെന്തായാലും നെക്സ്റ്റ് ഡേ തുടങ്ങാൻ ടൈം ആയില്ല. എന്നാലും ഞാൻ അടച്ചു ഗൈസ്. പോകുമ്പോണിയാവും. ഞാൻ നേരത്തെ അടച്ചു. ഈ പെയിൻറ്റ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് വാങ്ങിക്കാം. അപ്പം നമ്മളെന്തായാലും ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഹയറിങ് ന്യൂ സ്റ്റാഫ് ഹയർ ഗൈസ്. നമ്മളങ്ങനെ പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ സ്റ്റാഫ്. അടിപൊളി സ്റ്റാഫായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് ഞാൻ ഇവനെ കുത്തുന്നതിനനുസരിച്ച്. എടാ അത് ഇച്ചിരി നേരത്തേക്ക് ഉള്ളായിരുന്ന ടൈം ഔട്ട് ആവുന്നുണ്ടാ. അയ്യോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൊണ്ട് നിർത്തുവാണ്. നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ സ്റ്റോർ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇസ്മാൻ ബ്ലോഗ് സൈനിങ് ഓഫ് ഗൈസ്.